ഹായ് നമസ്കാരം. രേഖാചിത്രത്തിലെ ഒരു നടി അഭിനയിച്ചിരുന്നു. പക്ഷേ അവരുടെ സീൻ പുറത്തു വന്നില്ല. അപ്പോൾ അവർ കുടുംബസമേതം കൂട്ടുകാരെയൊക്കെ കൊണ്ട് തിയേറ്ററിൽ വന്ന് സിനിമ കാണുമ്പോഴാണ് ഈ കാര്യം അറിഞ്ഞതും ഉടനടി അവരുടെ കണ്ണുകൾ നിറയുകയും അവർ വേദന കൊണ്ട് വളരെയധികം മനോവേദന കൊണ്ട് വിഷമിക്കുകയും ചെയ്തപ്പോൾ ആ ചെയ്ത കാര്യം നമ്മുടെ ആസിഫ് അലി ശ്രദ്ധിച്ചിരുന്നു അന്ന്. അപ്പോൾ അദ്ദേഹം തന്നെ അന്ന് പറഞ്ഞിരുന്നു, ഒരിക്കൽ ചേച്ചിയുടെ ഈ ഒരു അഭിനയിച്ച സീൻ ഞങ്ങൾ പുറത്തു വിടും. ആ ഒരു വാക്ക് ഇപ്പോൾ പാലിച്ചിരിക്കുകയാണ് നമ്മുടെ പ്രിയ താരം ആസിഫ് അലി. ആസിഫ് അലി, നിങ്ങളൊരു മനുഷ്യൻ എന്നതിനേക്കാൾ ഉപരി വളർന്നിരിക്കുകയാണ്. ഒരു വലിയ സംഭവമായി നിങ്ങൾ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പോസ്റ്റ് പ്രകാരമാണ്. ആസിഫ് അലിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് കഴിഞ്ഞ ഒരു 40-45 മിനിറ്റ് മുമ്പ് വന്നതാണ്. ഞാൻ കണ്ടപ്പോൾ നിങ്ങളുമായി പങ്കുവെക്കണമെന്ന് തോന്നി. കാരണം ഇത്തരത്തിൽ മനുഷ്യത്വം കാത്തുസൂക്ഷിക്കുന്ന അപൂർവം ചിലരെ സിനിമാ രംഗത്തുള്ളൂ എന്നാണ് എൻ്റെ ഒരു അറിവ്. എന്നാൽ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഒന്ന് വായിക്കാം. ഇതാണ് സുലേഖ ചേച്ചിയുടെ ഡിലീറ്റായി പോയ സീൻ. സിനിമ ഇറങ്ങിയ ദിവസം തന്നെ ഞങ്ങൾ ചേച്ചിയോട് പറഞ്ഞിരുന്നു, ഈ സീൻ ചേച്ചിക്ക് വേണ്ടി ഞങ്ങൾ പുറത്തിറക്കുമെന്ന്. ആ വാക്ക് പാലിക്കുന്നു. എന്തായാലും ആ ഒരു വീഡിയോ വലിയ രീതിയിൽ തന്നെ ആളുകൾ ഏറ്റെടുക്കുന്ന കാഴ്ചയാണ്. ഡിലീറ്റഡ് സീൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് രേഖാചിത്രത്തിന്റെ ആ ഒരു ചിത്രം അന്ന് സങ്കടപ്പെട്ടിരുന്ന ചേച്ചിക്ക് വേണ്ടി, സുലേഖ ചേച്ചിക്ക് വേണ്ടി ആസിഫ് അലിയും കൂട്ടരും വീണ്ടും അത് അവതരിപ്പിച്ചത്. എന്തായാലും അത് വലിയൊരു കാര്യം തന്നെയാണ്. കാരണം ഒരുപാട് ജൂനിയർ ആർട്ടിസ്റ്റുകളും അതുപോലെ ചെറിയ ചെറിയ റോളുകൾ ചെയ്യുന്ന ഒരുപാട് നടീനടന്മാർക്കൊക്കെ വലിയ പ്രതീക്ഷയോടെയാണ് സിനിമയിൽ അവരുടെ ബന്ധുക്കളെയൊക്കെ തങ്ങൾ അഭിനയിച്ച ഭാഗം കാട്ടിക്കൊടുക്കാനായിട്ട് കൊണ്ടുപോയിരുന്നത്. നമുക്കറിയാം, ചെറിയ ചെറിയ സീനുകളൊക്കെ അഭിനയിക്കുമ്പോൾ ചിലപ്പോൾ ഒരു പാസിംഗ് ഒക്കെ സീനായിരിക്കാം. എൻ്റെ ഒരു കൂട്ടുകാരൻ അഭിനയിച്ചൊരു സിനിമയിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു രംഗം കണ്ടിരുന്നു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അത് നീലി എന്ന് പറഞ്ഞ സിനിമയിലാണ്. നീലിയിലെ എൻ്റെ സുഹൃത്ത്, അത് എനിക്ക് വന്ന ചെറിയൊരു റോളായിരുന്നു. പക്ഷേ ആ സമയത്ത് ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല, എന്നെ വിളിച്ചപ്പോൾ കിട്ടിയുമില്ല. ഞാനൊരു മീറ്റിങ്ങിൻ്റെ ഇടയിലായിരുന്നു. അപ്പോൾ അദ്ദേഹം അതിൽ അസോസിയേറ്റ് ഡയറക്ടർ, അസിസ്റ്റൻറ്റ് ഡയറക്ടറൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയമായിരുന്നു. അപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ചു. എനിക്ക് സിനിമയോടുള്ള താല്പര്യമുണ്ട്, പക്ഷേ എനിക്കന്ന് അഭിനയിക്കാൻ സാധിച്ചില്ല. ഏതായാലും അദ്ദേഹം അഭിനയിച്ച രംഗം ഞാൻ കണ്ടിരുന്നു. ഒന്നുമില്ല, ഒരു നീലിയുടെ ഹസ്ബൻഡ് മരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഡെഡ് ബോഡി കൊണ്ടുവരുന്ന ഒരു രംഗത്തിലാണ്. ഓഫീസിലെ സഹപ്രവർത്തകരായിട്ടാണ്. അതുപോലെ തന്നെ ഒരു മീറ്റിംഗ്, രാഹുൽ മാധവാണെന്ന് എൻ്റെ ഓർമ്മ അദ്ദേഹത്തിൻ്റെ റോളിൽ ചെയ്തിരുന്നത്. അപ്പോൾ ഭർത്താവിൻ്റെ റോൾ ചെയ്തിരുന്നത് ആ ഒരു കഥാപാത്രത്തിൻ്റെ ഓഫീസിലെ ജോലിക്കാരായിട്ടും അദ്ദേഹത്തിൻ്റെ മീറ്റിങ്ങിനൊപ്പം ഇരിക്കുന്ന ബിസിനസ് കൺസൾട്ടൻസ് ഒക്കെ ആയിട്ട് ഇരിക്കുന്ന ഒരു രംഗമുണ്ടായിരുന്നു. അതൊക്കെ വിളിച്ചിരുന്നതാണ്. ഏതായാലും അത്തരത്തിൽ രംഗം അഭിനയിച്ച വ്യക്തികൾ തങ്ങളുടെ കൂട്ടുകാരോടും മാതാപിതാക്കളൊക്കെ പറഞ്ഞ് സിനിമ കാണാൻ വരുമ്പോൾ അത് കാണാതിരിക്കുമ്പോൾ വലിയ വിഷമമുണ്ടാകും. ആ ഒരു വിഷമത്തെ സുലേഖ ചേച്ചിയിൽ നിന്ന് മനസ്സിലാക്കി സുലേഖ ചേച്ചിക്ക് വേണ്ട നടപടികൾ ചെയ്തു കൊടുത്ത ആസിഫ് അലിക്ക് എൻ്റെ ഇന്നത്തെ സല്യൂട്ട് സമർപ്പിക്കുകയാണ്.